PTA പീരീഡിൽ കളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ച അധ്യാപകനെതിരെ കേസ്. കൊടുവായൂർ സ്വദേശി സാദിഖിനെതിരെയാണ് വാളിയാർ പോലീസ് കേസെടുത്തത്. കഞ്ചിക്കോട് സ്കൂളിലാണ് സംഭവം. വിരലിന് ഗുരുതരമായ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയും മറ്റ് 2 വിദ്യാർത്ഥികളും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ പോയപ്പോൾ സാറ് വിളിച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് കയ്യിൽ തരും. എത്ര പേരടിച്ചു? 26. അതെയോ? എന്തുകൊണ്ടാണ് അടിച്ചേ? നിങ്ങൾ ഗ്രൗണ്ടിൽ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് പോയില്ലേ? ഒരു മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറഞ്ഞു? അപ്പുറത്തെ മതിലുണ്ടാവും. സാറ് പറഞ്ഞ അപ്പുറത്തെ മതിൽ ചാടിപ്പോകുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ചാടിപ്പോയിട്ട് പോയി വെച്ചോ. അവിടെ കഞ്ചാവ് പിടിച്ച ചിലവരുണ്ടാവും. അവർ ബൈക്കിൽ കയറാൻ പറഞ്ഞാൽ നിങ്ങൾ ബൈക്കിൽ കയറിയിട്ട് പോകുമെന്ന് ചോദിച്ചു. ഈ സ്കൂളിൽ പോകാൻ പേടിയാണോ? അതില്ല, പക്ഷെ മാഷിനെ കണ്ടപ്പോൾ. അരുണ ആലത്തൂരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുണ, എന്താണ് സ്കൂളിൽ സംഭവിച്ചത്? ഈ കുഞ്ഞുങ്ങൾ PTA പീരീഡിൽ കളിച്ചതിന് എന്താണ് ഈ അധ്യാപകനെ പ്രകോപിപ്പിച്ചത്? ഇയാൾക്ക് എന്താണ് പ്രശ്നം ഈ കുട്ടികൾ കളിക്കുന്നത്? ഗൗതം, പാലക്കാട് കഞ്ചിക്കോടുള്ള ഒരു സ്കൂളിലാണ് സംഭവം. UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ മർദ്ദനം ഏറ്റത്. PTA പീരീഡ് സമയത്ത് ഈ കുട്ടികൾ മഴയില്ലാത്തത് കൊണ്ട് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതാണ്. ഈ സമയത്ത് കായിക അധ്യാപകനായ കൊടുവായൂർ സ്വദേശിയായ സാദിഖ് വന്ന് 11 ആൺകുട്ടികളും 16 പെൺകുട്ടികളും ഉൾപ്പെടെ 27 വിദ്യാർത്ഥികൾക്ക് നേരെ ഈ ചൂരൽ കൊണ്ട് അടിക്കുകയായിരുന്നു. അതിൽ 3 കുട്ടികൾക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു. അതിൽ ഒരു കുട്ടിയുടെ വിരലിന് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ 3 കുട്ടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. തുടർന്ന് രക്ഷിതാക്കളാണ് ഇത് സംബന്ധിച്ച് പരാതിയുമായിട്ട് രംഗത്തെത്തിയത്. ഇതോടുകൂടി വാളയാർ പോലീസ് സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഈ അധ്യാപകൻ ഈ കുട്ടികളോട് പഠിക്കാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് PT പീരീഡിൽ ഇവർ പഠിക്കാതെ പുറത്തിറങ്ങിയത് കൊണ്ടാണ് തല്ലിയത് എന്നുള്ളതാണ് സ്കൂളിന്റെ വാദം. അതേസമയം തന്നെ ഈ സ്കൂളിൽ സ്ഥിരമായി PT പീരീഡ് സമയത്ത് ഇത്തരത്തിൽ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ കളിക്കാനോ കായിക പരിശീലനത്തിനോ ഒന്നും ഗ്രൗണ്ടിലേക്ക് വിടാറേ ഇല്ല എന്നുള്ളൊരു പരാതി രക്ഷിതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിദ്യാർത്ഥികൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി എന്നതുകൊണ്ട് ഇങ്ങനെ കൈയിൻ്റെ വിരലിനൊക്കെ പരിക്ക് പറ്റുന്ന രീതിയിൽ തല്ലുക എന്നുള്ളത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. സംഭവത്തിൽ ഏതായാലും ഈ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിന് ഉൾപ്പെടെ പരാതി നൽകി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, സ്കൂൾ കുട്ടികൾ PTA അവധി സമയത്ത് മറ്റും കളിക്കുകയായിരുന്നു. അതാണിപ്പോൾ ആ സമയത്ത് അധ്യാപകൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.